അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കാനുള്ള ചായയും കടിയും ഒക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിലെ ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും ചമ്മന്തിയും പിന്നെ കുറച്ച് ബാജിക്കറി ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ മാച്ചാണല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളിയൊക്കെ തോല് കളഞ്ഞ് ഉള്ളിയും പിന്നെ അതേപോലെ തക്കാളി വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചമ്മന്തി. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവർ പറയും ദോശയും ചമ്മന്തി മതി. എന്നും നമുക്ക് ഉണ്ടാക്കൽ നടക്കത്തില്ല. അപ്പം ഞാൻ കൂടുതലും ഉണ്ടാക്കാറുണ്ട്. ഇവർ ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വേറെ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഇവർക്ക് അത്രയധികം ഇഷ്ടാവില്ല. അപ്പോൾ മക്കൾ കഴിക്കും. ഇതന്നെ ഒന്നര എണ്ണ കഴിക്കുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആട്ടിയ ദോശയാണ് കേട്ടോ. തലേദിവസം പച്ചേനയും മുഴുവനും കുതിർത്തിയിട്ട് ആട്ടി വെക്കുമല്ലോ, ആ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇവർ കഴിക്കുക. അപ്പോൾ ഞാൻ അതിലേക്കുള്ള ചമ്മന്തിയിലേക്കുള്ള ഉള്ളിയും ഇതും നന്നാക്കുമ്പോഴാണ് ചായയുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായയിൽ പൊടിയൊക്കെ ഇട്ടു. ഇപ്പോൾ കുട്ടികളൊന്നും എണിച്ചിട്ടില്ല. പണികൾ കുറച്ചൊന്നും ഒതുങ്ങിയതിന് ശേഷമായിട്ട് ഞാൻ അവരെ വിളിക്കുള്ളൂ. അങ്ങനെ ബാക്കി അരിയലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ചെറിയ ആളെന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പണികളുടെ ഇടയിൽ. അപ്പോൾ അരിയലും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഇനി അത് ഒന്ന് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ ഉപ്പും അതേപോലെ വറ്റൽമുളകും ഇട്ടിട്ട് വാട്ടിയിട്ട് ജസ്റ്റ് മിക്സിയിൽ അടിക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് വാട്ടുകയാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. രാവിലെ എല്ലാവർക്കും ഭയങ്കര തിരക്കാവില്ലേ? സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ളവർക്ക് ഭയങ്കര തിരക്കാവും. കാരണം അവൻ ആ സ്കൂൾ പറഞ്ഞേക്കുന്ന ടൈം വരെയാണ് അവർക്ക് തിരക്ക് മക്കൾ ഉണ്ടാവുള്ളൂ. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചക്കൽക്കുള്ളത് നോക്കുള്ളൂ. ഉച്ചക്കൽക്ക് 2 ദിവസം ചോറ് വെക്കണോണ്ട് പിന്നെ അത്രയധികം ചോറിൻ്റെ പണിയില്ല. അപ്പോൾ ഞാനിവിടെ ഇത് ചമ്മന്തിക്കുള്ളത് വഴറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഒന്ന് വഴണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാവിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. മാവ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പൊന്തിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതൊന്ന് കലക്കി ഇത് ഇനി 2 ദിവസത്തിനുള്ള മാവാണ് കേട്ടോ. നാളേക്കും ചിലപ്പോൾ ഇവർ സ്കൂൾ വിട്ടുന്ന രാത്രിയോ എപ്പോഴെങ്കിലും ദോശ മതി എന്ന് പറയുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കും. കൂടുതൽ ദോശ ഇഷ്ടമുള്ളതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി 2 പാത്രത്തിലാക്കി വെക്കണം. ഉപ്പിടുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ 2 പാത്രത്തിലാക്കി വെക്കും. കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പുളിക്കുമല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ കൂട്ടാനായാലും അതേപോലെ കടികളായാലും എന്തായാലും പുളിയുള്ള സംഭവം എനിക്ക് തീരെ ഇറങ്ങില്ല. അതേപോലെ തന്നെ മക്കൾക്കും തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതിന് മുന്നേ മാറ്റി അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ബാക്കിയുള്ളതിൽ കറക്റ്റ് മാവ് എത്ര നോക്കിയിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ജസ്റ്റ് കലക്കി കൂട്ടോ. അപ്പോൾ ഇതിനും മോൻ വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വേഗം തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം വെക്കും. അപ്പോൾ വേഗം തന്നെ ഞാൻ ദോശ ചൂടാനുള്ള പണികളാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അവർക്ക് അത് കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ദോശ പെട്ടെന്ന് തന്നെ ചൂടാണ്. ദോശ ചുടുന്ന പണി തകൃതിയിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചമ്മന്തിക്കുള്ളത് ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഞാനത് മിക്സിയിലിട്ടിട്ട് നന്നായി പേസ്റ്റാക്കി അടിച്ചെടുത്തു. ഈ ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇവർക്ക്. അപ്പോൾ ഇതിന് അവനവിടെ നിന്ന് കഴിക്കുന്നുണ്ടായി. കുട്ടികൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി കഴിക്കൽ കഴിഞ്ഞിട്ട് മുടിയൊക്കെ കെട്ടി റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.